ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ഉയർന്നുകേട്ട ഒരു പേരാണ് പ്രശാന്ത്. ഈ പ്രശാന്ത് ആ സമയത്ത് അന്ന് പോലീസിൽ അദ്ദേഹത്തിന്റെ മൊഴി എടുത്തിട്ടുണ്ട്. അന്നായിരുന്നു അദ്ദേഹത്തിന്റെ മൊഴിയായിരുന്നു തൻ്റെ നവീൻ ബാബു തൻ്റെ കയ്യിൽ നിന്നും ഈ കൈക്കൂലി വാങ്ങിയതായ ഒരു പ്രസ്താവന. ഇപ്പോൾ അതിൻ്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് നവീൻ ബാബു ഈ കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്ന വ്യക്തമായ ഒരു മൊഴിയാണ്, ഒരു കണ്ടെത്തലാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മൊഴി മറ്റൊരു തരത്തിലാണ്. അപ്പോൾ ഇതിലൊരു കള്ളക്കളി നടക്കുന്നതായി സംശയിക്കുന്നില്ലേ? ഉറപ്പായിട്ടും. കാരണം കണ്ണൂർ ADM, അതായത് മുൻ ADM നവീൻ ബാബുവിന് ഒക്ടോബർ 14 വൈകിട്ടാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതായത് ഒരു യാത്രയയപ്പ് ചടങ്ങിൽ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം പി പി ദിവ്യയുടെ വാക്കുകളാണ് അദ്ദേഹത്തെ ഒരു മരണത്തിലേക്ക് നയിച്ചത്. പിന്നീട് ഇതിൽ ഏറ്റവും ഉയർന്നു വന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ ആരോപിച്ചിരുന്നു. അതായത് നവീൻ ബാബു എന്ന് പറയുന്ന ഒരു സത്യസന്ധനായ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും നാളത്തെ ഔദ്യോഗിക ജീവിതത്തിൽ യാതൊരു കറയോ ഒരു അഴിമതി പോലും രേഖപ്പെടുത്തിയിട്ടില്ല. അത് മാധ്യമങ്ങളിലൂടെ തന്നെയാണ് മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം കൈക്കൂലി വാങ്ങിച്ചെന്നായിരുന്നു ഈ പറയുന്ന പ്രശാന്തിൻ്റെ മൊഴി. പക്ഷേ കുടുംബം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം കൈക്കൂലി വാങ്ങിയിട്ടില്ല, അദ്ദേഹം നല്ലവനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ യാത്രയയപ്പ് ചടങ്ങിൽ ഇത്രയും വലിയൊരു അദ്ദേഹത്തിന് ചെയ്യാത്ത കാര്യം ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് ഈ പി ദിവ്യ പറഞ്ഞപ്പോൾ അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്തത്. അതിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ CPMൻ്റെ ചേട്ടൻ അറിയാൻ, അതായത് CPM നേതാക്കൾ തന്നെ കുടുംബത്തിന് സപ്പോർട്ടായിട്ട് രംഗത്ത് വന്നിരുന്നു. അതായത് നവീൻ ബാബു യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, പി ദിവ്യയാണ് ഇതിന് കാരണമെന്ന് ഈ CPM മുതിർന്ന നേതാക്കൾ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ മുതിർന്ന നേതാക്കൾ വരെ കാലം അറിയായിരുന്നു. അതായത് പി ദിവ്യയുടെ സൈഡാണ് പിന്നീട് ഇവർ പിടിച്ചത്. പിന്നീട് പി ദിവ്യക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഇവരെ ജയിലിൽ അടയ്ക്കുന്നു. അതായത് 7 ദിവസത്തെ കസ്റ്റഡിയിൽ വേണ്ടിയിട്ട് ഇവരെ ജയിലിലേക്ക് വിടുന്നു. എന്നിരുന്നാലും പക്ഷേ ആ സമയത്ത് പി ദിവ്യ ഇറങ്ങി വന്നൊരു സ്റ്റൈലാണ്. അതായത് മുഖത്തൊരു പുഞ്ചിരി വിടർന്ന് തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഇതൊക്കെ തനിക്ക് നിഷ്പ്രയാസം ഊരി വരാൻ സാധിക്കും, അല്ലെങ്കിൽ തൻ്റെ പാർട്ടി തന്നെ രക്ഷിക്കുമെന്നുള്ള അഹംഭാവത്തോടെയാണ് അവർ ആ ജയിലിൽ, അതായത് അവർ പോലീസ് ജീപ്പിൽ കയറുന്നൊരു ഭാവമുണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിജിലൻസിൻ്റെ ആദ്യ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് പ്രശാന്തിൻ്റെ കയ്യിൽ തെളിവില്ല. ഈ പ്രശാന്ത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു കള്ളസാക്ഷി തന്നെയാണ്. കാരണം എന്തായാലും നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണെന്നും അത് ഈ CPM, അതായത് ഇപ്പോൾ ഇരിക്കുന്ന സർക്കാരിന് നേരെ തിരിയുമെന്ന് വ്യക്തമായിട്ട് തന്നെ അറിയാം. ആദ്യം പുറത്തു വന്നത് പ്രശാന്തിൻ്റെ പരാതിയായിരുന്നല്ലോ. കാരണം പ്രശാന്ത് ഇയാൾ നവീൻ ബാബു കൈക്കൂലി ചോദിക്കുന്നു, അതോടൊപ്പം തന്നെ വാങ്ങിയത്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയതായ ആദ്യം വന്ന ആ പരാതിയെല്ലാം പുറത്തു വന്നിരുന്നു. അതിൽ 2 ഒപ്പായിരുന്നു. അപ്പോൾ പിന്നെ അയാൾ പറയുന്നത് എനിക്ക് 2 ഒപ്പുണ്ടെന്ന രീതിയിലാണ് അത്. അതെ, കാരണം ആ 2 ഒപ്പം ഉണ്ടെന്ന രീതി, അതായത് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റിലും, അതായത് ഒറിജിനൽ സർട്ടിഫിക്കറ്റിലും നമുക്ക് ഒരു ഒപ്പ് മാത്രമേ നമുക്ക് ഇടാൻ സാധിക്കത്തുള്ളൂ, അല്ലാതെ 2 ഒപ്പ് എന്തായാലും ഒരു മനുഷ്യന് വെക്കാൻ സാധിക്കില്ല. അതായത് എല്ലാ സർട്ടിഫിക്കറ്റിലും നമ്മൾ ഏതൊപ്പാണോ ഇടുന്നതായിരിക്കും നമ്മുടെ കൺഫേം ഒപ്പ്. അപ്പോൾ ആ 2 ഒപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അയാൾ പറയുന്നത് ഒരു കള്ളമാണെന്ന് അവിടെ തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇയാൾ ആരെയോ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്, അതായത് അല്ലെങ്കിൽ അയാൾ സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നവീൻ ബാബു തന്നോട് കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടുണ്ട്. താൻ ആ കൈക്കൂലി കൊടുത്തിട്ടുണ്ടെന്ന വാദം അയാൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ വിജിലൻസിൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് നവീൻ ബാബുവിന് ശരിവെക്കുന്നതാണ്. കാരണം അദ്ദേഹം കൈക്കൂലി വാങ്ങിയതായിട്ടുള്ള തെളിവൊന്നും പ്രശാന്തിൻ്റെ കയ്യിലില്ല. അപ്പോൾ ആ പ്രശാന്ത് എന്തായാലും ഇവിടെ കള്ളം പറയുന്നതെന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് പറയുന്നത് നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തുവന്ന പ്രശാന്തിൻ്റെ മൊഴിക്കപ്പുറം തെളിവില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. കൈക്കൂലി കൊടുത്തെന്ന വെളിപ്പെടുത്തലിൽ പ്രശാന്തിനെതിരെ കേസെടുക്കാൻ വകുപ്പില്ലെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തെളിവ് ഹാജരാക്കാൻ പ്രശാന്തിന് കഴിഞ്ഞിട്ടില്ലെന്ന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കാരണം ഇത്രയും വ്യക്തമായ തെളിവ്, അതായത് ഇയാൾ കൈക്കൂലി വാങ്ങിച്ച് ചേട്ടൻ തന്നെ പറഞ്ഞു അതിൻ്റെ ഒരു തെളിവ് ഇയാളുടെ കയ്യിലുണ്ട്, അത് സമൂഹ മാധ്യമങ്ങളിലാകെ പ്രചരിച്ചൊരു സാധനമാണ്. പക്ഷേ ആ ഒരു തെളിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇയാൾക്ക് ആ തെളിവ് ഹാജരാക്കാൻ സാധിച്ചില്ല? നവീൻ ബാബു ഒരു കൈക്കൂലി വാങ്ങിയ ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും തെളിവ് ഹാജരാക്കണം. പക്ഷേ ഇയാൾക്കത് തെളിവ് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് വിജിലൻസ് റിപ്പോർട്ടിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ പ്രശാന്തിൻ്റെ ചില മൊഴികൾ സാധൂകരിക്കുന്ന തെളിവുകൾ ഉണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. പക്ഷേ
ആദ്യ റിപ്പോർട്ടിൽ പറയുന്നത് തെളിവൊന്നും ഹാജരാക്കിയിട്ടില്ലെന്നാണ്. എന്തായാലും ഇത് എനിക്ക് തോന്നുന്നു നവീൻ ബാബുവിന് നിരപരാധിത്വം തെളിയാനുള്ള സാധ്യത തന്നെയാണ്. കാരണം അതായത് ഒരു വിജിലൻസ്, അതായത് ഒരു പോലീസ് സംഘത്തിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നുള്ളത്. പിന്നീട് ഇത് അദ്ദേഹത്തിൻ്റെ കുടുംബം, അതായത് കുടുംബം ആരോപിക്കുന്ന ആരോപണങ്ങളും കൂടെ ശരിവെക്കുന്നതാണ്. കാരണം നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയതാണെന്ന് നേരത്തെ തന്നെ കണ്ടായിരുന്നു. അതായത് നവീൻ ബാബുവിൻ്റെ കേസിൽ ഈ ഇപ്പോഴത്തെ സർക്കാർ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചിരുന്നു. പക്ഷേ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പി ദിവ്യയിൽ മാത്രം ഒതുക്കി നിർത്തി ഈ കേസ് ഒതുക്കാനാണ് ഈ ടീം തീരുമാനിച്ചിരുന്നത്. പക്ഷേ കുടുംബം CBI അന്വേഷണം വേണമെന്ന് പറയുകയുണ്ടായി. പക്ഷേ ഇതിന് സർക്കാർ എതിർപ്പാണ് പ്രകടിപ്പിച്ചത്. കാരണം CBI എന്തായാലും ഈ അന്വേഷണം ഏറ്റെടുത്താൽ ഉറപ്പായിട്ട് സർക്കാരിന് നേരെ ചോദ്യങ്ങൾ ഉയരുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് CBI ഈ അന്വേഷണം നടത്തണ്ട എന്ന് സർക്കാർ ഉറപ്പിച്ച് പറഞ്ഞത്. പക്ഷേ നവീൻ ബാബുവിൻ്റെ കുടുംബം അതിൽ തോറ്റില്ല, CBI തന്നെ വരണം. പിന്നീടാണ് CBIയുടെ അതായത് ഹൈക്കോടതി ഉത്തരവ്, സുപ്രധാന ഒരു ഹൈക്കോടതി ഉത്തരവ് വന്നത്. CBIക്ക് കേസ് ഏറ്റെടുക്കാം, CBIക്ക് താല്പര്യമുണ്ടെങ്കിൽ CBIക്ക് കേസ് ഏറ്റെടുക്കാം എന്നുള്ള ഹൈക്കോടതി ഉത്തരവ് പുറത്ത് വന്നതും അതും നവീൻ ബാബുവിനെ ശരിവെക്കുന്നത് തന്നെയായിരുന്നു. പിന്നീട് റിപ്പോർട്ടിൽ പറയുന്നത് സ്വർണം പണയം വെച്ചത് മുതൽ ADMന്റെ ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്നത് വരെയുള്ള മൊഴികളിൽ തെളിവുണ്ട്. പക്ഷേ ക്വാർട്ടേഴ്സിന് സമീപം എത്തിയ ശേഷം എന്ത് സംഭവിച്ചു എന്നതിന് തെളിവില്ല. കേസിന്റെ തുടക്കം മുതൽ തന്നെ ഒരു അട്ടിമറി നടക്കുന്നതായി കുടുംബം ആരോപിക്കുന്നുണ്ടല്ലോ. കാരണം ഈ മരണത്തിന് ശേഷം ഈ വീട്ടുകാർ വരും മുൻപ് തന്നെ ആ മൃതദേഹം അവിടെ നിന്ന്, ആ ബോഡി അവിടെ നിന്ന് മാറ്റുന്നു. പിന്നെ കുടുംബക്കാർ ആവശ്യപ്പെടുകയാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തരുതെന്ന് ആവശ്യപ്പെടുന്നു. അത് കാരണം ഈ PP ദിവ്യയുടെ ഭർത്താവ് അവിടെയാണ് ജോലി നോക്കുന്നത്, പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ അവിടെയാണ് ജോലി നോക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ വേണ്ടെന്ന് പറഞ്ഞിട്ടും പാർട്ടിയുടെ നേതൃത്വത്തിൽ അവിടെ നടത്തുകയാണ്. അങ്ങനെ തുടക്കം മുതൽ തന്നെ ഈ കേസിൽ ഒരു അട്ടിമറി നടക്കുന്നതായി എല്ലാവരും സംശയിക്കുന്നുണ്ടല്ലോ. ഉറപ്പായിട്ടും. കാരണം അതായത് എല്ലാവരും വിചാരിച്ചത് ADM ഇതിൽ മനംനൊന്നത് യാത്രയയപ്പ് ചടങ്ങിൽ PP ദിവ്യയുടെ ആരോപണങ്ങളിൽ മനംനൊന്ന് ഇദ്ദേഹം ജീവനൊടുക്കിയെന്നാണ് നമ്മൾ എല്ലാവരും വിശ്വസിച്ചിരുന്നത്. പിന്നീടാണ് ഇതൊരു കൊലപാതകം എന്നൊരു വഴിത്തിരിവ്, അതായത് കൊലപാതകം എന്ന വെളിപ്പെടുത്തൽ ഉണ്ടായത്. പക്ഷേ ചേട്ടൻ്റെ ഈ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും സാധൂകരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ്. അതായത് പോലീസിൻ്റെ അന്വേഷണത്തിൽ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ മുണ്ടിലോ അടിവസ്ത്രത്തിൽ എന്തോ രക്തക്കറ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് കൊടുത്തിട്ടില്ല. അതിൽ തന്നെ ഈ കേസ് ഒരു അട്ടിമറിക്കാനുള്ള ശ്രമം, എത്രത്തോളം ഈ കേസ് എങ്ങനെ അട്ടിമറിക്കാം, അല്ലെങ്കിൽ PP ദിവ്യനെ എങ്ങനെ രക്ഷിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ മുഖം എങ്ങനെ രക്ഷിക്കാം എന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ തന്നെ വ്യക്തമാണ്. കാരണം ഈ അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രങ്ങളിൽ ഇങ്ങനെ ഒരു രക്തക്കറ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിട്ടില്ല. എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിട്ടില്ല? കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നാൽ എന്തായാലും ഇതൊരു കൊലപാതകമാണെന്ന് തന്നെ ഉറപ്പാകും. ഈ കൊലപാതകമാണെന്ന് ഉറപ്പായാൽ അതായത് വലിയ ഭീമന്മാരായിരിക്കും ഇതിൽ കുടുങ്ങുക. അപ്പോൾ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അനധികൃതമായിട്ട് ഈ രക്തക്കറ കണ്ടിട്ടില്ല എന്ന തെളിവുകൾ വളരെ വളരെ വിദഗ്ധമായി മായ്ച്ചു കളഞ്ഞത്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPM നേതാക്കളെല്ലാം ഇതൊരു കൊലപാതകമാണെന്ന് ആദ്യമേ കുടുംബത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. എന്തിന് പിണറായി വിജയൻ പോലും നവീൻ ബാബുവിൻ്റെ കേസിൽ നവീൻ ബാബു മരിച്ചത് PP ദിവ്യക്കെതിരെ കടുത്ത ശിക്ഷ നൽകുമെന്നും ഇതിൽ ആരൊക്കെയാണോ പ്രതികൾ അവർക്കെതിരെ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് സർക്കാരിൻ്റെ ഒരു മാറ്റം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു ചേരുതിരിവാണ് പിന്നീട് കണ്ടത്. അതായത് കുടുംബത്തിനോടൊപ്പം നിൽക്കാൻ പിന്നീട് ആരുമില്ല. അതായത് മാധ്യമങ്ങളോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതിനിധികൾ പോലുമില്ല കുടുംബത്തിനോടൊപ്പം. അതായത് അദ്ദേഹം മരിച്ചത് മുതൽ നവീൻ ബാബുവിൻ്റെ കുടുംബമല്ലേ, നവീൻ ബാബുവിൻ്റെ ഒരു മകളല്ലേ വളർന്നു വരുന്നത്, അവർക്കാണ് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ മുതിർന്ന നേതാക്കൾ പോലും ഇപ്പോഴില്ല. കാരണം അവർക്കറിയാം ഈ കേസ് തെളിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് CPMൻ്റെ നേരെ തന്നെ വിരൽ ചൂണ്ടും. കാരണം അത്തരത്തിലാണ്. അതായത് ഇപ്പോൾ PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചു കഴിഞ്ഞു. പക്ഷേ അവർക്ക് കുറച്ച് ഉപാധികൾ നൽകിയിട്ടുണ്ട്. അതായത് കണ്ണൂർ വിട്ടു പോകാം, അതായത് സംസ്ഥാനത്തിൽ എവിടെയും അവർക്ക് വിലസാം. കാരണം എന്തുകൊണ്ട്? അതായത് ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റമുള്ളൊരു പ്രതിയാണ് PP ദിവ്യ. അവരെന്ന് പറയുന്നത് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കാം, പക്ഷേ ഒരു പ്രതിക്ക് കിട്ടേണ്ട യാതൊന്നും PP ദിവ്യക്ക് ലഭിക്കുന്നില്ല. കാരണം ഇത്ര എളുപ്പത്തിന്, അതായത് പെട്ടെന്നാണ് അവർക്കൊരു ഉപാധികളോട് ജാമ്യം അനുവദിക്കുന്നത്. കണ്ണൂർ വിട്ടു പോകാം. ഈ കണ്ണൂർ വിട്ടു പോയി അവരെന്തായാലും ഉറപ്പായിട്ട് തെളിവുകൾ നശിപ്പിക്കുക. അവർക്ക് സ്വാധീനമുണ്ട്. കാരണം അവരെന്ന് പറയുന്നത് CPMൻ്റെ ഒരു വനിതാ മുഖ്യമന്ത്രിയായിട്ട് നിൽക്കാൻ പോകുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും അവർ ഈ തെളിവുകൾ
നശിപ്പിക്കും, അല്ലെങ്കിൽ കുടുംബത്തിനെ ചിലപ്പോൾ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കും. അങ്ങനെ തന്നെ ഈ PP ദിവ്യയ്ക്ക് ഈ ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് തന്നെ വളരെയധികം നമുക്ക് സംശയിക്കേണ്ടതുണ്ട്. എന്തായാലും വിജിലൻസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇത് നവീൻ ബാബുവിൻ്റെ ഒരു ആത്മഹത്യയല്ല കൊലപാതകം എന്നൊരു വഴിത്തിരിവിലേക്ക് തന്നെയാണ് പോകുന്നത്.